മടിയുള്ള ദിവസങ്ങളിൽ ഈസി ബ്രേക്ക്ഫാസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു ഇഡ്ഡലി ട്രൈ ചെയ്ത് നോക്കണേ. കറിയുടെ ഒന്നും ആവശ്യമില്ല, നല്ല എളുപ്പമാണ്, ഹെൽത്തിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പിന് താഴെയായിട്ട് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈര് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയും, പിന്നെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതും. ക്യാരറ്റിന് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് കൂടുതലൊന്നും എരിവില്ലാത്ത ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സേമിയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ഹിൽസ് നാച്ചുറലിൻ്റെ മില്ലറ്റ് സേമിയാണ് കേട്ടോ. ഹെൽത്തിയാണ്. ഇതുപോലെ നേരിയ സേമിയ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1.5 കപ്പ് സേമിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കി മിക്സാക്കി എടുക്കരുത്. ഒരു പാകത്തിന് മയത്തിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നേരിയ സേമിയത് കാരണം തന്നെ പെട്ടെന്ന് എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും അണ്ടിപ്പരിപ്പും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉണക്കമുളക് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് ചൂടോട് കൂടി തന്നെ എണ്ണയോട് കൂടി തന്നെ ഈ ഒരു സേമിയയുടെ കൂട്ടിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള ഇഡ്ഡലി തട്ടിൽ ഓരോ കുഴിയിലും ഈ ഒരു സേമിയയുടെ മിക്സ് നിറച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ആവി വന്നാൽ എടുത്തു നോക്കാം. മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ പാത്രത്തിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്